കൊല്ലം ജില്ലയിലെ സാധാരണക്കാരുടെ ആശ്രയമായ ആശുപത്രി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇവിടേക്ക് എത്തുന്ന ജനങ്ങളുടെ സുരക്ഷ എന്താണ്? ഇവിടെ കൃത്യമായി ചികിത്സ ലഭ്യമാകുന്നുണ്ടോ? മാതൃഭൂമി ന്യൂസ് അന്വേഷിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കി എനിക്ക് പിന്നിൽ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള ഒട്ടേറെ കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയുണ്ട്, കോളേജുണ്ട്, അപ്പം തന്നെ ഹോസ്റ്റലുണ്ട്. പക്ഷേ അതിൽ ഒരു അപ്പാർട്ട്മെൻറ്റിനൊഴിച്ച് ബാക്കി ഒരു കെട്ടിടത്തിനും ഇതുവരെ ഫയർഫോഴ്സിൻ്റെ NOC ലഭിച്ചിട്ടില്ല. ഫയർഫോഴ്സിൻ്റെ NOC ലഭിക്കാൻ വേണ്ടിയുള്ള ഒട്ടേറെ ഉപകരണങ്ങൾ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നവയായിരുന്നില്ല അവയിൽ പലതും. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഉപകരണമാണ് ഇത്. പൂർണ്ണമായി ഇതുവരെ ഒരു തവണ പോലും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം പമ്പ് ചെയ്യുന്നതിനുള്ള പമ്പ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒരു തവണ പോലും അത് പുറത്തേക്ക് എടുത്തിട്ടില്ല. ഇത് ഒരു തവണയെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. പല ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിക്കുന്ന സ്ഥിതിയാണുള്ളത്. കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കാലൊടിഞ്ഞ ആൾക്കാരുണ്ട്. കാലൊടിഞ്ഞ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ ഒരു സ്ട്രക്ചർ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളത്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഉള്ള വാർഡുകളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് മറുപടി പറയേണ്ടത് ഇവിടുത്തെ അധികാരികളാണ്. ൽ സ്ഥാപിച്ചവയാണ് അഗ്നി നിയന്ത്രണ ഉപകരണങ്ങൾ. അവയൊക്കെ ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ പലതവണ പരിശോധന നടത്തിയിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് അഗ്നി നിയന്ത്രണ ഉപകരണങ്ങൾ സ്ഥാപിച്ചതെന്ന് കണ്ടെത്തി. പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം വീണ്ടും NOCക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുകയായിരുന്നു. ഫയർ NOC ലഭിക്കാത്തത് മാത്രമല്ല പ്രശ്നം, പല സമയങ്ങളിലും കൃത്യമായിട്ടുള്ള ചികിത്സ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ജനങ്ങൾക്കുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു അപകടമോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രോഗികളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുന്ന ഒരു റെഫറൽ ആശുപത്രി മാത്രമായി പാരിപ്പള്ളി ആശുപത്രി മാറി എന്നുള്ള പരാതിയും വിമർശനമാണ് ഉയരുന്നത്. പാരിപ്പള്ളിയിൽ ചികിത്സ ലഭിക്കണമെങ്കിൽ പുലർച്ചെ 5 മണിക്ക് എത്തണം. അവിടെ ദുരിതം തുടങ്ങുകയാണ്. OP ടിക്കറ്റ് എടുക്കാൻ മണിക്കൂറുകൾ കാത്തു നിൽക്കണം. 8 മണിയോടെ OP ടിക്കറ്റുകൾ നൽകി തുടങ്ങും. എത്ര മണിക്കേട്ടാ വന്നേ? 11 മണിയായി. ഈ വന്നവരൊക്കെ 11 മണിക്ക് വന്നതാണ്. വേറെ ടോക്കൺ സംവിധാനം ഒന്നും ഇല്ലേ? ടോക്കൺ എടുക്കാനാണ് അവർ മാറിയിരിക്കുന്നത്. പിന്നെ ഡോക്ടറെ കാണാൻ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. ഇതുപോലെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് പോകും. ഇന്നിപ്പോൾ ഞാൻ കുറച്ചാളോട് ഇന്നാണ് വരുന്നത്. ഇന്നിപ്പം വന്നാൽ പറയുന്ന ടോക്കൺ വാങ്ങിച്ചോണ്ടേ കയറാൻ പറ്റും. അങ്ങനെ ടോക്കൺ നിൽക്കുകയാണ്. ടോക്കൺ കൂടുതലായി. മരുന്ന് വാങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മണിക്കൂറുകൾ കാത്തു നിന്നാൽ പോലും ഫാർമസിക്ക് മുന്നിലേക്ക് എത്താനാകില്ല. ഇവിടെ മൊത്തത്തിൽ ടോക്കൺ ഡോക്ടറെ കാണാൻ മരുന്ന് എടുക്കുക എല്ലാത്തിനും ടോക്കൺ. ഒരു ആശുപത്രിയിൽ ഇങ്ങനെ സംഭവിക്കില്ല. നിൽക്കണം, അത് ഒന്നാമത്തെ കാര്യം. വേറെ കഴിച്ച് കൊച്ചുങ്ങളെ കൊണ്ട് അമ്മമാരുണ്ട്, പ്രായമായ ആൾക്കാരുണ്ട്. ഒരിടത്തും ഇല്ലാത്ത നിയമം ഇവിടെ ആലോചിക്കുകയാണെങ്കിൽ മരുന്നെടുക്കാനും ടോക്കൺ വേണം. നമുക്ക് അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും വൈകുന്നേരം നോക്കി അങ്ങനെ കയറ്റി വിടും. അതും ചെയ്യില്ല. നൂറുകണക്കിന് ആളുകൾ മരുന്നിനായി കാത്തു നിൽക്കുമ്പോൾ ഒന്നിരിക്കാൻ പോലും വേണ്ടത്ര കസരകൾ ഇവിടെയില്ല. ഡോക്ടറിൻ്റെ അടുത്ത് നിന്നാണ് കൊണ്ടുവന്നത്. അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ അവിടെ എക്സ്റേ എടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് അത് കംപ്ലൈൻ്റ് ആയിപ്പോയി. അവിടെ കംപ്ലൈൻ്റ് ആയി ഇരുന്നത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ പകുതിക്ക് വന്നപ്പോഴാണ് അത് വരാൻ പറ്റാതായത്. പിന്നെ വേറെ വീൽചെയർ എടുത്തുകൊണ്ട് വന്നാണ് അതിൽ വന്നത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് നമ്പർ 1 ആണ് എന്ന് പറയാൻ സാധിക്കില്ല. അത് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലായാലും ചികിത്സയുടെ കാര്യത്തിലായാലും പേരിൽ മാത്രമാണ് ഇവിടെ മെഡിക്കൽ കോളേജുള്ളത്, പ്രവൃത്തിയിലില്ല. ക്യാമറമാൻ ഷനാസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.